എസ് ബി ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സീലിംഗ് ഫാൻ എങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് എങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫാനിന് മെയിനായിട്ട് 3 വയറുണ്ടാവും. 4 കണക്ഷൻ ഇതിനകത്തുണ്ടാവും, 3 പുറത്തേക്ക് വരിക. അതിലൊരു കോമൺ വയറും ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ഒരു റണ്ണിങ് വൈൻഡിങ്ങുമാണ് ഉണ്ടാകുക. അങ്ങനെ 3 വയറാണ് ഇതിലുണ്ടാകുക. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ്ങും ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഇതിൻ്റെ കോമൺ വയർ വേറെയും കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം. അതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ ഇങ്ങനെ ഹോമിലേക്ക് ഇട്ടിട്ട് ഇതിലിടുക. അതിനുശേഷം അതിൻ്റെ 2 കണക്ഷൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു റെഡും ഒരു ബ്ലാക്കും തമ്മിൽ കണക്ഷൻ ചെയ്ത് നോക്കാം. റെഡും ബ്ലാക്കും കണക്ഷൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നത് 240 കിട്ടുന്നത്. 140-41 കിട്ടുന്നുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് റെഡും യെല്ലോവും തമ്മിൽ കണക്ഷൻ കൊടുത്തു. റെഡും യെല്ലോവും തമ്മിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ 175. ഇനി നമുക്ക് അതിലുള്ളത് ഒരു ബ്ലാക്കാണ് ബാക്കിയുള്ളത്. പിന്നെ ഒരു ബ്ലാക്കും യെല്ലോ തമ്മിൽ കണക്ഷൻ ചെയ്ത് നോക്കാം. ബ്ലാക്കും യെല്ലോവും തമ്മിൽ കണക്ഷൻ ചെയ്യുമ്പോൾ 413-14 റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെക്ക് ചെയ്തത് നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റീഡിങ് കിട്ടിയാൽ നമുക്ക് ബ്ലാക്കും യെല്ലോവും തമ്മിലാണ് ഏറ്റവും കൂടുതൽ റീഡിങ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതാണ് എന്ത്, സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ്ങും. ഇതാണ്. അപ്പോൾ ഇതൊരു കോമൺ വയറാണ്. ഈ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കപ്പാസിറ്റർ കണക്ഷൻ കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ്ങിൽ കപ്പാസിറ്റർ കണക്ഷൻ കൊടുക്കുക. കപ്പാസിറ്റർ 2 വയർ എടുക്കുക, അങ്ങനെ ചുറ്റുക, തിരിച്ച് റെഡിയാക്കി അങ്ങനെ കൊടുക്കുക. ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് ഏതാണെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് എന്ത് കൂടുതൽ ഉള്ളത്. അപ്പോൾ കൂടുതലുള്ള ഏതാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് കുറവുള്ളതാണ്, ഇതാണ് കൂടുതലുള്ളത്. അതായത് റെഡും ബ്ലാക്കും യെല്ലോവും 413 അതാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് ഒരു കോമൺ ആണ്. അപ്പോൾ ഈ കോമണും ഇതുമായിട്ട് ഏറ്റവും കൂടുതലുള്ള ഏതാണ് നോക്കുക. 240, 26. അപ്പോൾ ഇതാണ്, ഈ ബ്ലാക്കാണ് ഇതിൻ്റെ എന്ത് സ്റ്റാർട്ടിങ് ബൈൻഡിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് ബൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിൽ കണ്ടു. സ്ക്രൂ ലൂസാക്കുക, ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ് കഴിഞ്ഞ് പിന്നെ റണ്ണിങ് വൈൻഡിങ് ആണ്. റണ്ണിങ് വൈൻഡിങ്ങിനുള്ള മഞ്ഞാണ്. മഞ്ഞ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നടുക്ക് കൊടുക്കുക. നടുക്ക് സ്ക്രൂ ഉണ്ടാവും, സ്ക്രൂ ഇല്ല, അത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു കോമൺ പോയിൻ്റ് ആണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ കോമൺ അത് അടിയിലും കൊടുക്കാം. ഏറ്റവും അടിയിൽ ടൈറ്റ് ചെയ്യാം. സ്ക്രൂ ഇങ്ങനെ ലൂസാക്കുക. ടൈറ്റ് ചെയ്യാം. ഈ കപ്പാസിറ്റർ നമ്മൾ ഇതിൽ കുടുക്കിടാം. ഇത് നോർമൽ കുടുക്കിട്ടേക്കാം. അപ്പോൾ നമ്മളെ കണക്ഷന് ഏകദേശമായി. ഇനി നമ്മൾക്ക് ഇതിൽ വേണ്ടത്
മെയിൻ സപ്ലൈ കൊടുക്കുന്നത്. മെയിൻ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോണ്ടാക്റ്റിലും ഇതിലുമാണ്, അതായത് കോമൺ വയറിലും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലും. ഓക്കെ, ഇതിൻ്റെ നെറ്റ് ലൂസാക്കുക. ഓവറിങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെറ്റ് ആദ്യം ലൂസാക്കുക. ഇതിന് മുകളിൽ ലൂസ് ചെയ്തതിന്. അപ്പം മുകളിലുള്ളത് എന്താണ്? സ്റ്റാർട്ടിങ് ബൈൻഡിങ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത്, ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്കിൽ എന്ത് ചെയ്യുക? ന്യൂട്രൽ ഈ ബ്ലാക്ക് വയർ ഇതിൽ കണക്ട് ചെയ്യുക, ഒരു വയർ ഈ സൈഡ് കണക്ട് ചെയ്യാം. പിന്നെ അടുത്ത് എന്ത് ചെയ്യുക? കോമൺ പോയിൻ്റ് ആണ്. കോമൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വയർ ഉണ്ടാവും. ഒരു വയറിൽ എന്ത് ചെയ്യാം? ഒരു റെഡ് വയർ കണക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഫാനിന് വയർ കണക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മളിത് ആ ഫാൻ ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓണാക്കിയിട്ട് കറങ്ങുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണാം. റെഡി അല്ലേ?